MC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സുരേഷ് ഗോപിയുടെ പുലിപ്പല്ല് മാലയിൽ അന്വേഷണം, പരാതിക്കാരന്റെ മൊഴിയെടുക്കും, തെളിവ് ഹാജരാക്കണം. കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി ധരിച്ച മാലയിൽ പുലിപ്പല്ലുണ്ടെന്ന പരാതിയിൽ വനം വകുപ്പ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. പരാതിക്കാരനായ വാടാനപ്പള്ളി സ്വദേശിയും INTUC യുവജന വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ AA മുഹമ്മദ് ഹാഷിമിന്റെ മൊഴി രേഖപ്പെടുത്തും. 21-ന് പട്ടിക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്ക് മുൻപിൽ ഹാജരാകുവാൻ ഹാഷിമിന് വനം വകുപ്പ് നോട്ടീസ് അയച്ചു. തെളിവുകൾ കൈവശമുണ്ടെങ്കിൽ അവ ഹാജരാക്കുവാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്റ്റാലിൻ ഇടപെട്ടു, മാരൻ കുടുംബത്തിലെ തർക്കം തീർന്നു, 800 കോടിയും ചെന്നൈയിലെ 1 ഏക്കറും ദയാനിധിക്ക് നൽകി. മുൻ കേന്ദ്രമന്ത്രി മുരസൊലി മാരന്റെ മക്കളായ സൺ ഗ്രൂപ്പ് ഉടമ കലാനിധി മാരനും സഹോദരനും മുൻ കേന്ദ്രമന്ത്രിയും DMK MP-യുമായ ദയാനിധി മാരനും തമ്മിലുള്ള തർക്കം അവസാനിച്ചു. ഇവരുടെ ബന്ധു കൂടിയായ മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ ഇടപെടൽ മൂലമാണ് തർക്കം പരിഹരിച്ചത്. ഒത്തുതീർപ്പിന്റെ ഭാഗമായി കലാനിധി മാരൻ 800 കോടി രൂപ ദയാനിധി മാരന് നൽകി. അടുത്ത വർഷം തമിഴ്നാട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രശ്നം ഉടൻ പരിഹരിക്കണമെന്ന് സ്റ്റാലിൻ അന്ത്യശാസനം നൽകുകയായിരുന്നു. സ്റ്റാലിനാണ് ആദ്യഘട്ട ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. തുടർന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകരായ N റാം, ദ്രാവിഡ നേതാവ് വീരമണി എന്നിവരെ ഇതിനായി നിയോഗിച്ചു. ഇത്തരത്തിൽ 3 റൌണ്ട് ചർച്ചകൾ നടത്തിയാണ് തർക്കം പരിഹരിച്ചത്. 800 കോടി രൂപ കലാനിധി മാരൻ ദയാനിധി മാരന് നൽകി. കൂടാതെ ചെന്നൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട് ക്ലബ് പ്രദേശത്ത് 1 ഏക്കർ ഭൂമിയും ദയാനിധി മാരന് നൽകി. ഏകദേശം 100 കോടി മൂല്യം വരുന്നതാണ് ഈ ഭൂമി. മോദി കരിസ്മാറ്റിക് ലീഡർ, ഇന്ത്യയിൽ ശുഭകരമായ മാറ്റങ്ങളുണ്ടാകുന്നു, മോദി സ്തുതിയുമായി തരൂർ. വിദേശത്ത് മോദി സർക്കാരിനെ വീണ്ടും പുകഴ്ത്തി കോൺഗ്രസ് MP ശശി തരൂർ. ഇന്ത്യയിൽ ശുഭകരമായ മാറ്റങ്ങളുണ്ടാകുന്നുവെന്നും ഊർജ്ജസ്വലമായ നേതൃത്വത്തിന് കീഴിലാണ് ഇത് സംഭവിക്കുന്നതെന്നും തരൂർ പറഞ്ഞു. 2047-ലെ ഇന്ത്യ എന്ന വിഷയത്തിൽ ലണ്ടനിൽ സംഘടിപ്പിച്ച പ്രഭാഷണത്തിലാണ് തരൂർ BJP സർക്കാരിനെ പുകഴ്ത്തിയത്. കോൺഗ്രസിന്റെ ഇടത് നയ സമീപനങ്ങളിൽ നിന്നും ഇന്ത്യ മാറി ഉദാരവൽക്കരണത്തിലേക്കും ആഗോളവൽക്കരണത്തിലേക്കുമുള്ള മാറ്റം ഗുണകരമാണെന്നും തരൂർ പറഞ്ഞു. 78 വർഷത്തിനിടെ രാജ്യത്തിന്റെ അടിസ്ഥാന നയങ്ങൾ മാറി. വിദേശ നയത്തിലും രാഷ്ട്രീയത്തിലും അത് പ്രതിഫലിക്കുന്നു. ചെനാബ് നദിയിലെ ക്വാർ അണക്കെട്ടിന്റെ നിർമ്മാണം വേഗത്തിലാക്കുവാൻ ഇന്ത്യ, പാകിസ്ഥാന് ആശങ്ക. ചെനാബ് നദിയിൽ നിർമ്മിക്കുന്ന ക്വാർ അണക്കെട്ടിന്റെ നിർമ്മാണം വേഗത്തിലാക്കുവാൻ ഇന്ത്യ. പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിനായി ഇന്ത്യ 3119 കോടി രൂപയുടെ വായ്പ തേടുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പദ്ധതി പൂർത്തിയായാൽ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കുള്ള ചെനാബ് നദിയുടെ ജലപ്രവാഹത്തെ പ്രതികൂലമായി ബാധിക്കും. പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കുന്ന നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുമുണ്ടാകുന്നത്. NHPC ലിമിറ്റഡിന്റെയും ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റ് പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെയും സംയുക്ത സംരംഭമായ ചെനാബ് വാലി പവർ പ്രൊജക്ട്സ് ലിമിറ്റഡിനാണ് പദ്ധതിയുടെ ചുമതല. 540 മെഗാവാട്ടിന്റെ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് ഭാഗികമായി പണം കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് 3119 കോടി രൂപയുടെ വായ്പ തേടുന്നത്. വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും ഇതിനായി പലിശ നിരക്കുകൾ അന്വേഷിച്ചതായും CNS ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്യുന്നു. നിർമ്മാണത്തിലിരിക്കുന്ന ഈ പദ്ധതിക്ക് മൊത്തം 4526 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഹമാസിന്റെ ഉന്മൂലനത്തിൽ നിന്നും പിന്നോട്ടില്ല. വെടിനിർത്തൽ സമാധാനത്തിനല്ല, ആവശ്യമെങ്കിൽ മറ്റു വഴി. ഹമാസിനെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന ഇസ്രായേൽ ബെഞ്ചമിൻ നെതന്യാഹു. ഗസയിലെ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. ചർച്ചകളിലൂടെ ഗസയിലെ ഹമാസിന്റെ അവശേഷിപ്പ് ഇല്ലാതാക്കാനാകുമോ എന്ന് നോക്കാം, ഇല്ലെങ്കിൽ മറ്റു വഴികളിലൂടെ തങ്ങളത് ചെയ്യുമെന്നും ഇസ്രായേൽ സൈന്യത്തിന്റെ ശക്തി ചൂണ്ടിക്കാട്ടി നെതന്യാഹു പറഞ്ഞു. ഹമാസിനെതിരായ ഇസ്രായേലിന്റെ യുദ്ധം അവസാനിച്ചിട്ടില്ലെന്നും ഒരു താൽക്കാലിക വെടിനിർത്തൽ പോലും ഗസയിലെ ഹമാസിന്റെ സൈനിക ഭരണശേഷിപ്പുകൾ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന തന്റെ സർക്കാരിന്റെ ആത്യന്തിക ലക്ഷ്യം പിന്തുടരുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. 5 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച് അമ്മയും അമ്മൂമ്മയും, സംരക്ഷണം ഏറ്റെടുത്ത ശിശുക്ഷേമ സമിതി. ആലപ്പുഴ ചേർത്തലയിൽ 5 വയസ്സുകാരനെ അമ്മയും അമ്മൂമ്മയും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. സ്കൂൾ PTA ഇടപെട്ട് കുട്ടിയെ
ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലേക്ക് മാറ്റി. അമ്മയും അമ്മൂമ്മയും ചേർന്ന് സ്കെയിലും വടിയും ഉപയോഗിച്ച് മർദ്ദിച്ചു എന്നാണ് കുട്ടി നൽകിയിരിക്കുന്ന മൊഴി. ഇരുമ്പു സ്കെയിൽ കൊണ്ടാണ് കുട്ടിയുടെ ദേഹത്തും തലയിലുമെല്ലാം മർദ്ദിച്ചിട്ടുള്ളത് എന്നാണ് വിവരം. കുട്ടിയുടെ പരിക്കുകൾ ശ്രദ്ധയിൽപ്പെട്ട കുട്ടി പഠിക്കുന്ന സ്കൂളിലെ PTA പ്രസിഡന്റാണ് വിവരം ശിശുക്ഷേമ സമിതിയെ അറിയിച്ചത്. ലോട്ടറി വിറ്റ് ജീവിക്കുന്ന സ്ത്രീയാണ് കുട്ടിയുടെ അമ്മ. ചില ദിവസങ്ങളിൽ കുഞ്ഞിനെ അടുത്തുള്ള കടയിൽ ഏൽപ്പിച്ചാണ് അവർ ലോട്ടറി വിൽപ്പനയ്ക്കായി പോകാറ്. ഈ അവസരത്തിലാണ് PTA പ്രസിഡന്റ് കടയിലെത്തുകയും കുട്ടിയെ കാണുകയും ചെയ്തത്. നിലവിൽ കുട്ടിയുടെ അമ്മയും അമ്മൂമ്മയും പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അടൂരിൽ ടോറസും പിക്കപ്പും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. അടൂർ MC റോഡിൽ അടൂർ വടക്കടത്തുകാവിന് സമീപം ടോറസും പിക്കപ്പും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. മൂവാറ്റുപുഴ രണ്ടാർക്കര കല്ലിക്കുട്ടിയിൽ രാജന്റെയും ഗിരിജയുടെയും മകൻ ജിതിൻ രാജ് ആണ് മരിച്ചത്. പിക്കപ്പിൽ ജിതിൻ രാജിനൊപ്പം ഉണ്ടായിരുന്ന മൂവാറ്റുപുഴ വേങ്ങത്താഴത്ത് കിഴക്കേക്കര ഹസൻ റാവുത്തർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ലാറയുമായി സംസാരിച്ചിരുന്നു, റെക്കോർഡ് തകർക്കണമായിരുന്നെന്ന് പറഞ്ഞു, ചെയ്തത് ശരി, നിലപാടിൽ ഉറച്ച് മുൾഡർ. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ റെക്കോർഡ് നേടാൻ വേണ്ടി ഇതിഹാസ താരം ബ്രയൻ ലാറ തന്നെ പ്രോത്സാഹിപ്പിച്ചെന്ന് ദക്ഷിണാഫ്രിക്കൻ ഓൾറൌണ്ടർ വിയാൻ മുൾഡർ. കഴിഞ്ഞ ദിവസം സിംബാബ്വെക്കെതിരെ നടന്ന രണ്ടാം ടെസ്റ്റിൽ മുൾഡർ 367 റൺസ് നേടി പുറത്താവാതെ നിൽക്കുമ്പോൾ ടീം ഡിക്ലെയർ ചെയ്തിരുന്നു. പിന്നാലെയാണ് ലാറയുടെ പ്രോത്സാഹനം. സ്ഥിരം നായകനായ ടെംബ ബാവുമയുടെ അഭാവത്തിൽ ദക്ഷിണാഫ്രിക്കയെ നയിച്ച മൾഡർ തന്നെയായിരുന്നു ഡിക്ലെയർ ചെയ്യാനുള്ള തീരുമാനം എടുത്തത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.